നമ്മുടെ യാത്ര ഇന്ന് മൂന്നാറിലെ കൊളുക്കുമലയിലേക്കാണ്. ഞാനും എൻ്റെ കൂടെ എൻ്റെ വൈഫും ഉണ്ട്. കണ്ണൂരാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ എറണാകുളത്ത് വന്ന് അവിടെ നിന്ന് ഇൻഡസ്കോയിൽ നിന്ന് ഒരു കാർ റെൻ്റ് എടുത്താണ് യാത്ര പുറപ്പെട്ടത്. ഇൻഡസ്കോയിൽ നമുക്ക് ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വാഗണർ ഓട്ടോമാറ്റിക് ആണ് എടുത്തത്. റേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആപ്ലിക്കേഷനിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ നേരെ സൂര്യനെല്ലിക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് സ്റ്റേ അടിച്ച് വെളുപ്പിന് കൊളുക്കുമലയിലേക്ക് കയറാനാണ് പ്ലാൻ. ഞങ്ങൾ റൂമൊന്നും ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. അവിടെ ചെന്ന് ഇനി അതൊക്കെ നോക്കണം. ഇത് നമ്മൾ മൂന്നാറിലോട്ട് പോകുന്ന വഴിക്കുള്ളൊരു വാട്ടർഫാളാണ്, ചീയപ്പാറ വാട്ടർഫാൾ. മൂന്നാർ റൂട്ടിൽ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ പോകുന്നവരൊക്കെ തന്നെ ഇവിടെ സൈഡിൽ നിർത്തി ഇത് കാണാൻ വേണ്ടി ഇറങ്ങാറുണ്ട്. ഇതിൻ്റെ ചുറ്റുമൊക്കെ തന്നെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിൽക്കുന്ന ഇച്ചിരി സൂക്ഷിച്ച് വേണം കേട്ടോ. ഇവിടെ വണ്ടികളൊക്കെ ഒരുപാട് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തു. ഇതോ കിടക്കുന്നു നമ്മുടെ വാഗണർ. അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളും ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ആളൊരു ഹായ് തന്നെ. അതന്നെ, നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ട്. നമ്മൾ നോക്കി കണ്ടെങ്കിൽ വണ്ടി നല്ല ഹൈറ്റിലാണ് കേട്ടോ പാറ. ബാ ഇവിടെ നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്തോട്ട് വന്നു. റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറം വന്നാലാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഇതിൻ്റെ അടുത്തോട്ട് വീടില്ല കേട്ടോ. ഇതിൻ്റെ അടിയിൽ നമുക്ക് വെള്ളത്തിലിറങ്ങാനൊന്നും ഇപ്പോൾ സമ്മതിക്കില്ല. അവിടെ നെറ്റൊക്കെ ഇട്ടിട്ട് മറിച്ചിട്ടാണുള്ളത്. മേടിച്ചോ ഇവിടെ നമുക്ക്. അതന്നെ, നമുക്ക് ഇവിടെ പല സാധനങ്ങളുണ്ട് കേട്ടോ. അരിനെല്ലിക്കുണ്ട്, നെല്ലിക്കുണ്ട്, റൂബിക്കുണ്ട്, മാങ്ങ, എല്ലാം ഉപ്പിലിട്ടാൽ നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. ഇവൾക്കാണ് ഇതൊക്കെ വേണ്ടത്. ഉപ്പിലിട്ട നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, അടിപൊളിയാണ്. നമ്മളവിടെ അധികം നേരം നിന്നില്ല. നമ്മളവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ സമയമാവാറായി, വൈകിട്ടായി. നമ്മളിപ്പോൾ നേരെ സൂര്യനെല്ലിയിലോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് ഒരു റൂം നോക്കി അവിടെ സ്റ്റേ അടിക്കണം ഇന്ന്. ഞങ്ങൾ രാത്രി ഒരു 8:15 ആയപ്പോൾ സൂര്യനെല്ലിയിൽ എത്തിയായിരുന്നു കേട്ടോ. ഇതിപ്പം രാത്രിയല്ല, ഇതിപ്പം രാവിലെയാണ്. ഞാൻ രാത്രിയിലത്തെ വീഡിയോസൊന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് വീഡിയോസ് ഇല്ല. ഈ റിസോർട്ടിലാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചത്. ഇത് പർപ്പിൾ മൂന്നാർ എന്ന് പറയുന്നിട്ടൊരു റിസോർട്ടാണ്. ഇവിടെ വിചാരിച്ച പോലെയല്ല, നല്ല തണുപ്പാണ്. ഇതിപ്പം രാവിലെ ഒരു 4:15 ഞങ്ങൾ ഈ ജീപ്പിന് ഞങ്ങളെ കൊളുക്കുമലയിലോട്ട് രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവരുടെ റിസോർട്ടുകാരുടെ തന്നെ ജീപ്പാണ്. ഇവർ തന്നെ ഇവിടുന്ന് നമ്മളെ കൊണ്ടുപോയി മുകളിൽ സൺറൈസിൻ്റെ സമയത്തിന് മുന്നേ നമ്മളെ കൊളുക്കുമലയിലെത്തിക്കും. 3000 രൂപയാണ് കേട്ടോ ഒരു ജീപ്പിന് മേലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ. അതിപ്പോൾ എത്ര പേരാണെങ്കിലും അതിനനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് ഷെയർ ആക്കാൻ പറ്റും. ഒരു ജീപ്പിന് 3000 രൂപ എന്നുള്ള രീതിയിലാണ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ 2 പേര് കൂടെ ഉണ്ട്, ഒരു കപ്പിൾ കൂടെ ഉണ്ട്. ഈ റിസോർട്ടിൽ തന്നെ താമസിച്ച വേറെ 2 പേരാണ്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നിന്ന ആ റിസോർട്ടിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ കയറിയാലാണ് കൊളുക്കുമല പീക്കിലോട്ട് എത്താൻ പറ്റുന്നത്. അപ്പം വേറെ ജീപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികളുണ്ട് രാവിലെ. ഇവിടെ ഈ ഏരിയയിൽ തന്നെ ഒരു എന്താ പറയുക 250 ജീപ്പങ്ങാണ്ട് ട്രിപ്പ് അടിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ വന്നത് വീക്കെൻഡിലല്ല, അതുകൊണ്ട് വലിയ തിരക്കില്ല ഇന്ന്. ഓഫ് റോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓഫ് റോഡ് ശരിക്കും ഈ 18 കിലോമീറ്ററിലൊരു 7-8 കിലോമീറ്റർ ഓഫ് റോഡാണെന്നാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. അപ്പം നല്ല ഓഫ് റോഡാണ്. ഇത്രയും ദൂരം ഓഫ് റോഡ് ഇരിക്കേണ്ടതുകൊണ്ട് കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് മടുക്കുന്നുണ്ട്. തലയൊക്കെ ഇടിക്കുന്നുണ്ട് കമ്പിയിലൊക്കെ. നമ്മൾ ഇത്ര ഓഫ് റോഡൊക്കെ കയറി കൈയും കാലും ഒക്കെ കമ്പിയിലൊക്കെ ഇടിച്ച് ഇവിടെ വരെ എത്തിയെങ്കിലും നല്ല അതിനുള്ള റിസൾട്ടുണ്ട്. നല്ല ലുക്കാണ് ഇവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ വന്നുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെ. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ.
ഇത് കൊളുക്കുമല പീക്കിലെത്തി നമ്മളിപ്പോൾ. ഇവിടെ ജീപ്പുകളൊക്കെ ഇവിടെ സൈഡാക്കും. നമുക്കിനി ഇവിടെ ഇറങ്ങിയിട്ടൊരു 50 മീറ്റർ നടക്കാനേ ഉള്ളൂ. 50 മീറ്റർ നടന്നാൽ നല്ല വ്യൂ പോയിൻറ്റിലോട്ട് എത്താൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് സൺറൈസ് കാണാം. 6:20 സൺറൈസ് വരുന്നതെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞേക്കുന്നത്. ഇവിടെ തന്നെ ഒരു ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണേലോ ചായ കുടിക്കണേലൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. തണുപ്പത്ത് ഇവിടുത്തെ ചായ കുടിക്കാൻ നല്ല രസമാണ്. ഇവിടെ തന്നെ നമുക്ക് ഇവിടുത്തെ ചായപ്പൊടിയൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. കൊളുക്കുമല ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ മേടിക്കാൻ കിട്ടും. 300 രൂപ 250 രൂപയൊക്കെയാണ് ഇവർ വില പറയുന്നത്. നമ്മളവിടെ നിന്ന് ഒരു ചായ മേടിച്ചു കേട്ടോ. നല്ല തണുപ്പത്ത് രാവിലെ ചായ കുടിക്കാൻ നല്ല രസമുണ്ട്. ഇവിടുത്തെ ചായപ്പൊടിക്ക് കട്ടൻ ചായക്കൊക്കെ നല്ല ടേസ്റ്റും ആകട്ടോ. നമ്മൾ ഈ വഴിക്കാണ് പോകണ്ടേ. ഇതിലെ ഈ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മുടെ ആ വ്യൂ പോയിൻറ്റിലോട്ടെത്തും. ഇവിടെ മണ്ണ് വെച്ച് സ്റ്റെപ്പ് പോലെ ആക്കിയിട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് കയറി പോകാൻ പറ്റും മേലോട്ട്. പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ നല്ല വ്യൂ പോയിൻറ്റ്സുകളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മലകളൊക്കെ ഫുള്ള് കാണാം. നല്ല രസമാണ് ഇവിടുന്ന് ഈ ലുക്ക് മൊത്തത്തിൽ നല്ല രസമാണ്. വീക്ക് ഡേയ്സ് ആണെങ്കിൽ പോലും അത്യാവശ്യം ആളുണ്ട്. പക്ഷേ വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണെന്നാണ് പറയുന്നത്. ജീപ്പുകൾ പോലും ചിലപ്പോൾ കിട്ടാണ്ട് വരും താഴെ നമുക്ക് മേലോട്ട് വരാൻ വേണ്ടിയിട്ട്. എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു ദിവസമായിരുന്നു. കാരണം ഇന്നലെ മിനിങ്ങാന്നെല്ലാം മഴയായിരുന്നു ഈ ഏരിയയിൽ. ഇന്നിപ്പോൾ ഭാഗ്യത്തിന് മഴയില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ഇന്നലെയൊക്കെ വന്നവർക്ക് സൺറൈസ് കാണാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്, മഴയായിരുന്നുകൊണ്ട്. ചെറിയൊരു കയറ്റം കയറാനുണ്ട്. അത് കയറി നേരെ ചെല്ലുന്നത് നമ്മുടെ വ്യൂ പോയിൻറ്റിലോട്ടാണ്. പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സൈഡിലൊക്കെ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് കാണാൻ. ഞങ്ങളിപ്പോൾ ഇവിടെ മെയിൻ വ്യൂ പോയിൻറ്റിലാണ് എത്തിയേക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് സൺറൈസ് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം ആളുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം പിടിക്കണം. സീ ലെവലിൽ നിന്ന് 7200 അടി ഉയരത്തിലാണ് കേട്ടോ കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡ് നിന്നിട്ടൊരു സൺറൈസ് കാണുന്നത് ഇത് ലൈഫിൽ ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ വേൾഡ് ഹയസ്റ്റ് ടീ പ്ലാന്റേഷനും കൊളുക്കുമലയാണെന്നാണ് പറയുന്നത്. സൂര്യൻ മെല്ലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സൺറൈസ് ആയി വരുന്നു. 6:25 ഇപ്പോൾ സമയം. 6:25 അപ്പോൾ ഇന്നത്തെ സൺറൈസ് നമുക്ക് കാണാൻ പറ്റിയത്. ക്ലൗഡ്സൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാടില്ല, എന്നാൽ പോലും ക്ലൗഡ് ബെഡ് കുറേയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ സൺറൈസ് കണ്ടു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ അത്യാവശ്യം വെളിച്ചമൊക്കെ ആയി. നമ്മളിപ്പോൾ നേരെ ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് താഴെ തന്നെ നമുക്ക് ജാഗോർ പാറയിലോട്ട് പോകാൻ പറ്റും. നമ്മൾ അവിടെ ഒന്ന് പോയി അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങുവാണ് ഇവിടുന്ന്. നല്ല രസമാണ് ഇവിടെ മൊത്തം കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് ടീ പ്ലാന്റേഷൻ ആയതുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. നമ്മൾ താഴെ വന്നിട്ട് ഒരു ചായയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ശരിക്കും ഒരു 7 മണി ആവാറായിട്ടുണ്ട്.
നമ്മളിനി ഇവിടുന്ന് നേരെ താഴോട്ട് തിരിച്ചിറങ്ങുവാണ്. പോകുന്ന വഴിക്ക് തന്നെയാണ് നമുക്ക് ഈ ജാഗ്വാർ റോക്ക് വരുന്നത്. ഇത് ക്ലൗഡ് ബഡ് കാണുന്നുണ്ടോ? അത് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റും, എന്നാലും ഒരുപാടില്ല. ഒരു ഡിസംബർ ജനുവരി സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലൗഡ് ബഡ് കിട്ടും എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ജാഗ്വാർ റോക്കിലോട്ടാണ് പോകുന്നത്. ഒരു 200 മീറ്ററോളം നടക്കാനുണ്ട് നമുക്ക്. ഇവിടെ വെച്ചാണ് നമുക്ക് നമ്മുടെ ആൻമേരി കലിപ്പിലാണ് സിനിമയിൽ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളത്. ദുൽഖർ ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുന്ന സീനൊക്കെ ഈ ഭാഗത്തു നിന്നാണ്. ഫോറിനേഴ്സൊക്കെ ഉണ്ട്. പോകുന്ന വഴി തന്നെ നല്ല രസമാണ് കേട്ടോ. ഇതിലെ ക്ലൗഡ് ബെഡൊക്കെ കണ്ട് നല്ല നല്ല ആംബിയൻസ് ആണ് ഇതിലെ കാണാനെല്ലാം. അപ്പോൾ ചെറിയ വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ചൂടൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല നല്ല തണുപ്പുള്ള ഏരിയ ആണ്. അപ്പോൾ തണുപ്പത്ത് ആ വെയിൽ കൂടെ വരുമ്പം നല്ല നല്ല ക്ലൈമറ്റാണ്. നമ്മൾ ജാഗ്വാർ റോക്കിൻ്റെ അടുത്തോട്ട് എത്തി. ഇതാണ് ഈ ജാഗ്വാർ റോക്ക് എന്ന് പറയുന്നത്. വീഡിയോയിൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസിനൊക്കെ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ താഴോട്ട് പോവുകയാണ്. നമ്മൾ തിരിച്ച് രാത്രിയിൽ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഈ റോഡുകളും സൈഡിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം രാത്രി ആയതുകൊണ്ട്. ഇപ്പോൾ എല്ലാം കണ്ട് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇത്രയും ഹൈറ്റിൽ ടീ പ്ലാന്റേഷൻ കാണാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ഭംഗിയാണ്. ജീപ്പ് നിർത്തിയിട്ട് താഴെ ഒരു ജീപ്പ് കംപ്ലൈൻ്റായി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പം വഴി ഒന്ന് ചെറുതായിട്ട് ബ്ലോക്കായി. ഇനി സൈഡിൽ കൂടെ എല്ലാ വണ്ടികൾക്കും പോകണം. ഈ ടീ പ്ലാന്റേഷനെല്ലാം ഒരു 120 വർഷത്തോളം പഴക്കമുണ്ട്. അത്രയും വർഷം പഴക്കമുള്ള പ്ലാന്റേഷൻസാണ് ഇത് മൊത്തം. നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെ നമ്മളെ ഒരു സൈഡിൽ ഇറക്കി. ഇപ്പം ഡ്രൈവർ അപ്പുറത്തെ സൈഡിൽ കൂടെ കറങ്ങി താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്ലാന്റേഷൻ്റെ ഇടയ്ക്കൂടെ നടന്ന് താഴോട്ട് എത്താൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ അകത്തൂടെയൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ വീണ്ടും അങ്ങനെ താഴോട്ട് വണ്ടിയൊക്കെ കയറി തന്നെ പോരാൻ തുടങ്ങി. അപ്പോൾ ഈ സൈഡിൽ കൂടെ എല്ലാം കാണുന്ന ഇവിടെ ഈ ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വീടുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവർ വെയിറ്റ് വെച്ചേക്കുന്ന കാണാം, ചാക്കിലൊക്കെ കെട്ടിയിട്ട്. ആസ്പെറ്റോസ് പറന്നു പോകാതിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കാറ്റ് പിടിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ചില്ലെങ്കിൽ റൂഫിംഗ് എല്ലാം പറന്നു പോകും. അങ്ങനെ ഞങ്ങൾ കൊളുക്കുമലയിൽ നിന്ന് താഴെ ഇറങ്ങി സൂര്യനെല്ലിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ ആരും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അടിപൊളി സ്പോട്ടാണ് കൊളുക്കുമല എന്ന് പറയുന്നത്. അത് രാവിലെ തന്നെ കയറാൻ ശ്രമിക്കുക, സൺറൈസ് കാണാൻ പറ്റുന്ന പോലെ.